ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോതമ്പ് പൊടി കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം മിക്സിയുടെ വലിയ ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. വെള്ള ചോറോ കുത്തരിയുടെ ചോറോ നമുക്ക് എടുക്കാം. അതേ കപ്പിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ചേർത്തും നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് അരയ്ക്കുമ്പോൾ നമ്മളിത് ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കണ്ട. അവസാനം നമ്മൾ അല്പം സോഡാപ്പൊടി ചേർത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ അപ്പം തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. വെള്ളം പോരെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്താൽ മതി. ഒരുവിധം തിക്ക് ബാറ്ററായിട്ട് ദോശമാവിനേക്കാൾ കുറച്ചുകൂടെ കുറുകിയ പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇതൊരു വലിയ ബൗളിലേക്ക് നമുക്ക് മാറ്റി ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഈസ്റ്റ് ചേർത്തല്ല അരച്ചെങ്കിൽ നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പം മാവ് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. നല്ല മയമുള്ള നല്ല രുചിയുള്ള വെള്ളയപ്പമാണ്. പച്ചരിയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ബാറ്റർ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി ഒരു തവി മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ട് ബബിൾസ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു അടപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ അപ്പം മറിച്ചിടാതെയും മറിച്ചിട്ടും തയ്യാറാക്കാം. മറിച്ചിടുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മുരിഞ്ഞ ഒരു കളർ വരുമെന്നേ ഉള്ളൂ. ഇങ്ങനെ തന്നെ തയ്യാറാക്കുവാണെങ്കിൽ നല്ല കളറായിട്ട് ഇരിക്കും. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് കുക്ക്ഡായിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും നമുക്കെടുക്കാം. ഇനി തിരിച്ചിടണമെങ്കിൽ അങ്ങനെ തിരിച്ചിട്ടും നമുക്ക് എടുക്കാം. അപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഗോതമ്പ് പൊടി കൊണ്ടുള്ള വെള്ളയപ്പം തയ്യാറായിട്ടുണ്ട്. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.